Listen, page number 207. Good manners. Okay, good manners. Hello, I'm Joel. I study in class first B. Listen, my parents helped me to get ready for school. Thank you. And this is my sister Coil. I lost her pencil. I'm sorry, Coil. These are good habits and good manners. Okay, we should follow in our life. These are good manners. നമ്മള് ഫോളോ ചെയ്യേണ്ട കുറെ നല്ല കാര്യങ്ങളാണ് അല്ലേ? നമ്മളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? We should say താങ്ക് യു. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ എന്ത് ചെയ്യണം? നമ്മൾ സോറി പറയണം എന്നൊക്കെ പറയുന്ന പോർഷൻ ആണ് അല്ലെ? ഗുഡ് മാനേഴ്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ലിസൺ. Hello, I am Joel. It is Joel. He introduced himself. He is Joel and he is studying in ഫസ്റ്റ് ബി. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ് ബിയിൽ പഠിക്കുന്ന ജോയൽ എന്ന് പറഞ്ഞ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? അവന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാണ് അല്ലെ, ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്ത്? ഹലോ, ഐ ആം ജോയൽ. ഐ സ്റ്റഡിങ് ഇൻ ഫസ്റ്റ് ബി. ഞാൻ ഫസ്റ്റ് ബിയിലാ പഠിക്കുന്നേ. എന്റെ പേര് ജോയൽ എന്നാണ് എന്ന് പറഞ്ഞല്ലേ. ദെൻ മൈ പാരന്റ്സ് ഹെൽപ് മീ ടു ഗെറ്റ് റെഡി ഫോർ സ്കൂൾ. എന്നെ സ്കൂളിൽ പോകാൻ വേണ്ടി എന്റെ പാരന്റ്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ. മൈ പാരന്റ്സ് ഹെൽപ് മീ ടു ഗെറ്റ് റെഡി ഫോർ സ്കൂൾ. താങ്ക് യു. താങ്ക് യു മൈ പാരന്റ്സ്. നിങ്ങൾക്ക് സ്കൂളിൽ വരാൻ വേണ്ടി ആര് ഹെൽപ്പ് ചെയ്യും? പാരന്റ്സ് ഹെൽപ്പ് ചെയ്യാറില്ലേ? രാവിലെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് അല്ലെ. ഇപ്പൊ സ്കൂളിൽ വരുന്നവർക്കൊക്കെ അറിയാം. അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോകാനാണെങ്കിലും അല്ലെ, നിങ്ങളെ പാരന്റ്സ് ആണ് നിങ്ങളെ റെഡി ആക്കുന്നത് അല്ലെ. കുളിപ്പിക്കുകയും ഫുഡ് തരുകയും ഒക്കെ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നത് ആരാണ്? നിങ്ങളുടെ പാരന്റ്സ് ആണ്, മദർ ഓർ ഫാദർ ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് സേ താങ്ക് യു ഫോർ ദം അല്ലെ. അവരോട് നമ്മൾ എപ്പോഴും താങ്ക് യു പറയണം. മൈ പാരന്റ്സ് ഹെൽപ് മീ ടു ഗെറ്റ് റെഡി ഫോർ സ്കൂൾ ആൻഡ് സേ താങ്ക് യു. ഓക്കെ, പാരന്റ്സ് മാത്രമല്ല, ആരെങ്കിലും നമ്മളെ എന്ത് കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? താങ്ക് യു പറയണം അല്ലെ, അവരോട് താങ്ക്സ് പറയണം. ദെൻ next one, this is my sister Coil. Look at the second picture. So the first picture is, first one, എന്താണ്? ജോയലിന്റെ പാരന്റ്സ് അവനെ സ്കൂളിൽ വരാൻ വേണ്ടി റെഡിയാക്കുന്നതാണ് ഫസ്റ്റ് പിക്ചർ. ദെൻ സെക്കൻഡ് വൺ എന്താണ്? ജോയൽ ആൻഡ് ഹർ സിസ്റ്റർ കോയൽ. ആൻഡ് ദിസ് ഇസ് മൈ സിസ്റ്റർ കോയൽ. I lost her pencil. I'm sorry, Coil. So Joel take a pencil of Coil and he lost her pencil and he say sorry for her. Okay, എന്ത് ചെയ്തു? ജോയലിന്റെ സിസ്റ്റർ ആണ് ആര്? സിസ്റ്റർ ഓഫ് ജോയൽ ആര്? കോയൽ അല്ലെ. അപ്പൊ കോയൽ എന്ത് ചെയ്തു? കോയലിന്റെ ഒരു പെൻസിൽ ആരെടുത്തു? ജോയൽ എടുത്തിട്ട് അത് എന്ത് ചെയ്തു? കാണാതായി അല്ലെ, പെൻസിൽ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ജോയൽ എന്ത് ചെയ്തു? സേ സോറി ഫോർ കോയൽ. ഐ എം സോറി കോയൽ എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? ആരുടെയെങ്കിലും ഒക്കെ സാധനങ്ങൾ നമ്മൾ എടുത്തിട്ട് അത് കാണാതാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അടുത്ത് നഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് സോറി പറയണം അല്ലെ. സോറി, എന്റെ കയ്യിൽ മിസ്റ്റേക്ക് വന്നുപോയി, എന്റെ കയ്യിൽ നിന്ന് ലോസ്റ്റ് ആയി പോയി എന്ന് നമ്മൾ പറഞ്ഞിട്ട് സോറിയും കൂടെ പറയണം അല്ലെ. So second picture is that. The third one, my grandparents are going to the market. Please get me 2 pencils. Okay, എന്ത് ചെയ്തു? ഗ്രാൻഡ് പാരന്റ്സ് മാർക്കറ്റിൽ പോകുന്നുണ്ട് അല്ലെ. നമ്മൾ അങ്ങനെയാണ്, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് അത് ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാനൊക്കെ പറയാറില്ലേ? ചോക്ലേറ്റ് വേണം, പിന്നെ പെൻസിൽ വേണം, പെന്ന് വേണം എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടോ? ഉണ്ടോ? അതുപോലെയാണ് എന്ത്? മൈ ഗ്രാൻഡ് പാരന്റ്സ് ആർ going to the market and please give me 2 pencil. ദയവായിട്ട് എന്ത് ചെയ്യണം? എനിക്ക് 2 പെൻസിൽ കൊണ്ടുതരൂ എന്ന് പറഞ്ഞല്ലേ. പ്ലീസ് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ പറയാൻ അല്ലേ. വളരെ കൈൻഡ് ആയിട്ട്, വളരെ സ്നേഹത്തില് നമ്മൾ അവരോട് എന്ത് പറയണം? പ്ലീസ് ഗെറ്റ് മീ 2 പെൻസിൽ. എനിക്ക് 2 പെൻസിൽ കൊണ്ടുതരുമോ? പ്ലീസ് ചോദിച്ചിട്ട് വേണം നമ്മൾ പറയാൻ അല്ലെ. അല്ലാതെ നമ്മൾ ദേഷ്യത്തില് വരുമ്പോ എനിക്ക് 2 പെൻസിൽ കൊണ്ടുവരണം എന്നാണോ പറയാറ്? അല്ല. പ്ലീസ് ഗെറ്റ് മീ 2 pencils. Okay. Then
Next one. My aunt and uncle have come to visit us from Delhi. So say namaskar. ആരെങ്കിലും വിസിറ്റ് ചെയ്യുമ്പോ, ആരെങ്കിലും നമ്മളെ കാണാൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കാണാൻ വേണ്ടി പോവാണ്, ആരെങ്കിലും കാണുകയാണ് അല്ലെ, ആദ്യമായിട്ട് അല്ലെങ്കിൽ കുറെ നാള് കൂടിയിട്ട് ഒരാളെ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമസ്കാരം പറയണം അല്ലേ, ഒരു ഹായ് പറയണം, ജസ്റ്റ് അവരെ നമ്മളൊന്ന് റെസ്പെക്ട് ചെയ്യണം അല്ലേ. നിങ്ങള് ടീച്ചേഴ്സ് ഒക്കെ ക്ലാസ്സിൽ വരുമ്പോ ഗുഡ് മോർണിംഗ് ഒക്കെ പറയാറില്ലേ? ഗുഡ് മോർണിംഗ് പറയല്ലേ. അപ്പൊ അതുപോലെ അല്ലെ, കുറെ നാള് കൂടിയിട്ട് ആരെങ്കിലും ഒക്കെ കാണുമ്പോ നമ്മള് അവരെ വെൽക്കം ചെയ്യണം അല്ലേ, നമസ്കാർ എന്ന് പറഞ്ഞിട്ട് അവരെ വെൽക്കം ചെയ്യണം. സോ ഇതൊക്കെ ഗുഡ് മാനേഴ്സ് ആണ്. ഇതൊക്കെയാണ് ഫസ്റ്റ് വൺ. My parents help me to get ready for school and say thank you for them. My parents help me to get ready for school. നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളെ സ്കൂളിൽ വരാൻ വേണ്ടി റെഡി ആക്കുമ്പോ, അങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോ ആദ്യം നമ്മൾ എന്ത് പറയണം? താങ്ക് യു പറയണം അല്ലെ അവരോട്. എന്നെ ഹെൽപ്പ് ചെയ്തതിന്, എന്നെ സ്കൂളിൽ വരാൻ വേണ്ടി റെഡി ആക്കിയതിന് താങ്ക് യു എന്ന് പറയാം. ആര് നമ്മളെ ഹെൽപ്പ് ചെയ്താലും, പാരന്റ്സ് എന്നല്ല, ആര് നമ്മളെ എന്ത് കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം? അവരോട് താങ്ക് യു പറയാം ഫസ്റ്റ്. Then this my sister Coil and I lost her pencil. Joel take a pencil of Coil and he lost the pencil and he say sorry for Coil. ആരുടെയെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് മിസ് ആവുകയാണെങ്കിൽ, എന്തെങ്കിലും ആരുടെയെങ്കിലും സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സോറി പറയണം അല്ലെ, സോറി പറയണം. Then my grandparents are going to the market. Please get me 2 pencils. Okay. എനിക്ക് ദയവായിട്ട് 2 പെൻസിൽ കൊണ്ടുവരാമോ എന്ന് പറഞ്ഞു അല്ലേ. Please get me 2 pencils. So say please. Then my aunt and uncle have come to visit us from Delhi. And നമ്മൾ അവരെ എന്ത് ചെയ്യണം? വെൽക്കം ചെയ്യണം. എങ്ങനെയാ വെൽക്കം ചെയ്യേണ്ടത്? നമസ്കാരം ഒക്കെ പറഞ്ഞിട്ട് വെൽക്കം ചെയ്യണം അല്ലെ. അപ്പൊ അവർ വരുമ്പോ ദേഷ്യത്തിൽ നമ്മൾ മിണ്ടാതെയൊക്കെ നിൽക്കുകയാണോ വേണ്ടത്? ആരെങ്കിലും വരുമ്പോ അല്ല, നമ്മള് കുറെ നാളുകളായിട്ട് കാണാതിരിക്കുന്ന ഒരാൾ വരുമ്പോ എന്ത് ചെയ്യാ? പെട്ടെന്ന് അവരെ നമ്മൾ നല്ല രീതിയിൽ വെൽക്കം ചെയ്യും. ഇതൊക്കെ ഗുഡ് മാനേഴ്സ് ആണ് അല്ലെ. നെക്സ്റ്റ് പേജ്. ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കാം. This is our pet dog. His name is Spot. Joel and Coil's pet dog, Spot. This is our pet dog. Name is Spot. I give him milk every day. He wags his tail as if to say thank you. You are welcome, Spot. It is about the Joel and Coil's pet dog. Okay, അവരുടെ pet dog നെ കുറിച്ചാണ് പറയുന്നത്. I give him milk every day. Joel give milk to his pet dog every day. Okay, and he wags his tail as if it to say thank you. Okay, എന്ത് ചെയ്യും? പെറ്റ് ഡോഗിന് എപ്പോഴും പാല് കൊടുക്കും അല്ലെ. നിങ്ങൾക്കൊക്കെ പെറ്റ് ഡോഗ് ഉണ്ടോ വീട്ടിൽ? പെറ്റ് ഡോഗോ ക്യാറ്റോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? കുറെ പേർക്കുണ്ട്. ക്യാറ്റ് ഉണ്ടാവും, ഡോഗ് ഉണ്ടാവും അല്ലെ. നമ്മൾ എന്ത് ചെയ്യാം? അതിന് പാലും ഫുഡൊക്കെ കൊടുക്കാറില്ലേ? ദിവസവും കൊടുക്കാറുണ്ട് അല്ലെ. പാല് കൊടുക്കും, ഫുഡൊക്കെ കഴിക്കാനൊക്കെ കൊടുക്കും. And then he wags his tail as if to say thank you. You are welcome, Spot. എന്ത് ചെയ്യും അത്? നമ്മൾ എപ്പോഴും അതിന് ഫുഡ് കൊടുക്കുമ്പോ നമ്മളെ കാണുമ്പോ എന്ത് ചെയ്യും അത്? നിങ്ങളുടെ പെറ്റ് ഡോഗോ പെറ്റ് ക്യാറ്റോ ഒക്കെ, സോറി പെറ്റ് ഡോഗ് നിങ്ങളെ കാണുമ്പോ എന്താ ചെയ്യാറ്? പെറ്റ് ഡോഗുകൾ എത്ര പേരുണ്ട്? എത്ര പേർക്ക് പെറ്റ് ഡോഗ് ഉണ്ട്? ആർക്കും ഇല്ലേ? നസീമിന്റെ അടുത്തുണ്ടോ? ഇല്ല. എന്ത് ചെയ്യും? നമ്മളെ കാണുമ്പോ അത് വാലാട്ടാറില്ലേ? വാലാട്ടാറുണ്ടോ? ഉണ്ടല്ലേ. നമ്മളെപ്പോഴും കാണുന്ന, അതിന് ഫെമിലിയർ ആയിട്ടുള്ള ആളാണ് നമ്മളെങ്കിൽ അത് എന്ത് ചെയ്യും? നമ്മളെ കാണുമ്പോ അതിന്റെ വാലിങ്ങനെ ആട്ടി കഴിക്കും അല്ലെ. അപ്പൊ താങ്ക് യു. എന്തിനാ താങ്ക് യു പറയുന്നത്? എല്ലാ ദിവസവും പെറ്റ് ഡോഗിന് ഞാൻ പാല് കൊടുക്കും. അപ്പൊ എന്നെ കാണുമ്പോ താങ്ക് യു പറയാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും? ഇങ്ങനെ അതിന്റെ വാലാട്ടി കാണിക്കും എന്നാ പറയുന്നത് അല്ലേ. അപ്പൊ
എന്താണ് എപ്പോഴും നമ്മൾ പെറ്റ് ഡോഗിനൊക്കെ ഫുഡ് കൊടുക്കുകയും അതിനെ നന്നായിട്ട് നോക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കാണുമ്പോൾ എന്ത് ചെയ്യും, അത് നല്ല സ്നേഹത്തിൽ അതിന് വാലിങ്ങനെ ആക്കി പറയും. സോ താങ്ക് യു, യു ആർ വെൽക്കം സ്പോട്ട്. അപ്പൊ ഇതൊക്കെ ഗുഡ് മാനേഴ്സ് ആണ്. എന്ത് പെറ്റ് ഡോഗിനെ ഒക്കെ ഉപദ്രവിക്കാനും തല്ലാനും ഒക്കെ പാടുണ്ടോ? പെറ്റ് ഡോഗിനെ എന്നുള്ള നമ്മുടെ പെറ്റ്സിനെ ഒക്കെ ഒന്നും ചെയ്യരുത് അല്ലെ. അപ്പൊ നമ്മൾ നന്നായിട്ട് അതിനെ നോക്കുകയൊക്കെ ചെയ്യുന്നത് എന്താണ്, ഗുഡ് മാനേഴ്സ് ആണ് അല്ലെ. ഇതൊക്കെ ഗുഡ് മാനേഴ്സ് ആണെന്ന് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? ഇഫ് someone help us, we say thank you for them. Okay. Then next one. Then there's my sister Coil, and Joel is introduced her sister Coil, and Joel lost the pencil of Coil and say sorry for her. Yeah. അവരോട് സോറി പറയാം. ആരുടെയെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചിട്ട് കാണാതെ പോയാൽ എന്ത് ചെയ്യുക, അവരോട് സോറി പറയാം. എൻ്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ സാധനം കാണാതായി, അല്ലെങ്കിൽ നിങ്ങളുടെ പെൻസിൽ എൻ്റെ അടുത്ത് നിന്ന് കാണാതായി, ഐ എം സോറി എന്ന് പറയാം അല്ലെ. നെക്സ്റ്റ്, മൈ ഗ്രാൻഡ് പാരന്റ്സ് ആർ ഗോൺ ടു ദ മാർക്കറ്റ് ആൻഡ് പ്ലീസ് ഗെറ്റ് മീ 2 പെൻസിൽസ്. എൻ്റെ ഗ്രാൻഡ് പാരന്റ്സ് മാർക്കറ്റിൽ പോകുമ്പോൾ ദയവായിട്ട് എനിക്ക് 2 പെൻസിൽ കൊണ്ടുതരൂ പ്ലീസ് എന്ന് പറഞ്ഞിട്ടാ പറയാ അല്ലെ. പ്ലീസ് എന്ന് പറഞ്ഞിട്ട് വളരെ കൈൻഡായിട്ട് വേണം നമ്മളൊന്ന് പറയാം. Then my aunt and uncle have come to visit us from Delhi. I say namaskar. അല്ലേ, എന്ത് പറഞ്ഞു? നമസ്കാരം പറഞ്ഞു അല്ലേ. ആര്? എൻ്റെ ആന്റിയും അങ്കിളും എവിടുന്ന് വന്നു? ഡൽഹിന്ന് വന്നു. അപ്പൊ അവരെ കണ്ട ഉടനെ ഞാൻ നമസ്കാരം പറഞ്ഞു. Then about his pet dog. My pet dog is Spot and I give milk every day. എല്ലാ ദിവസവും ഞാൻ പാല് കൊടുക്കും അതിന്. Then he wags his tail as if to say sorry. as if to say thank you അല്ലെ. താങ്ക് യു പറയുന്നത് പോലെ എപ്പോഴും അത് എന്ത് ചെയ്യും, എന്നെ കാണുമ്പോ വാലാട്ടും അല്ലെ. Then next നോക്ക, Coil and Joel. About Coil and Joel. What they do in their ഡേ. ഓക്കെ, എന്തൊക്കെ അവര് ഒരു ദിവസം ചെയ്യും എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നാണ് പറയുന്നത് അല്ലെ. First one, Coil and Joel, listen, help their parents to keep the house clean. They always help their parents to keep their house clean. Do you help your parents to keep your house? ചെയ്യാറുണ്ടോ നിങ്ങള്? ഉണ്ടോ? കുറെ പേരൊക്കെ ഉണ്ട് അല്ലെ. പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് വീടൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാൻ വേണ്ടി. Help their parents to keep the house clean. Then next, water plants with the leftover water in their water bottle. നമ്മൾ എന്ത് ചെയ്യും? ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കും അല്ലെ. ഏത് വെള്ളമാണ്? നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുവന്നിട്ട് തിരിച്ചു പോകുമ്പോൾ വാട്ടർ ബോട്ടിൽ ബാക്കിയുള്ള വെള്ളം നമ്മൾ എന്ത് വെറുതെ മറിച്ച് കളയാതെ എവിടെ ഒഴിക്കും? ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും അല്ലെ. ഇതൊക്കെ ഗുഡ് മാനേഴ്സ് അല്ലേ. Joel and Coil help their parents to clean the house and they water plants with the leftover water in their water bottle. And then third one, throw garbage in the dustbin. Always throw garbage only in the dustbin. Okay, garbage waste ഒക്കെ എവിടെ? ഡസ്റ്റ്ബിനിൽ മാത്രമേ ത്രോ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അല്ലേ. ത്രോ ഗാർബേജ് ഇൻ ദ ഡസ്റ്റ്ബിൻ. എപ്പോഴും എന്ത് ചെയ്യുക? ഡസ്റ്റ്ബിനിൽ മാത്രം വേസ്റ്റ് ഒക്കെ കൊണ്ടിടുക. അവിടെ എവിടെയൊന്നും വലിച്ചെറിയാതെ വേസ്റ്റ് എപ്പോഴും എന്ത് ചെയ്യുക? ഡസ്റ്റ്ബിനിൽ മാത്രം ഇടുക. Then next one, share things with each other. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. ഇപ്പൊ എന്ത് ചെയ്യരുത്? ഇപ്പൊ കോവിഡ് ആണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? നമ്മുടെ കയ്യിലുള്ളതൊന്നും ഷെയർ ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട് ഇപ്പൊ അല്ലെ. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ബ്രദറിനും സിസ്റ്ററിനും ഒക്കെ നിങ്ങളുടെ ടോയ്സും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൊടുക്കുക അല്ലെ. മറ്റുള്ളവർക്കും കൂടെ കൊടുത്തിട്ട് ഷെയർ ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. ഇതൊക്കെ നല്ല കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ വീട്ടിൽ വരുമ്പോ ഇത് എന്റെ ടോയ് ആണ്, ഇത് ഞാൻ കൊടുക്കില്ല, ഇത് എന്റെ സ്വന്തമാണ് എന്നൊക്കെ പറയാറുണ്ടോ? എന്താ നിങ്ങള്? അങ്ങനെയൊന്നും ചെയ്യരുത് അല്ലെ. റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ വരുമ്പോ എന്ത് ചെയ്യാ? നിങ്ങളെയും കൂടെ അവരെയും കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടാൻ കളിക്കാനും അല്ലെ
അതിനൊക്കെ വേണ്ടിയിട്ട് അവരെയും കൂടെ കൂട്ടാം. ഇതൊക്കെ ഗുഡ് മാനേഴ്സ് ആണ്. മനസ്സിലായോ എന്തൊക്കെയാ ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്ന്? പോർഷൻ എന്താണ്? നെക്സ്റ്റ് ചാപ്റ്റർ ഒന്നല്ല, ചെറിയൊരു പോർഷൻ ജസ്റ്റ് ഇവിടെ കൊടുത്തേ ഉള്ളൂ കേട്ടോ. കുറച്ച് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസ് കൂടിയാണുള്ളത്. നമ്മുടെ സെക്കൻഡ് ഹാബിറ്റ്സിന്റെയും ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. അത് പോർഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞിട്ട് മിസ് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. അതിന്റെ ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് എടുത്തിട്ടില്ല മിസ്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പോർഷൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം സെക്കൻഡ് സെമ്മിന്റെ. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് പോർഷനിൽ നിന്ന് എന്തെങ്കിലും ഇനിയിപ്പോ സെക്കൻഡ് പീരിയോഡിക് എക്സാം വരുമ്പോ ആ പോർഷനിൽ നിന്ന് ഏതെങ്കിലും ഒന്നോ രണ്ടോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിസ് ആഡ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ച് ആ പോർഷൻ പഠിക്കാതിരിക്കരുത്. സേഫ്റ്റി ഹാബിറ്റ്സും ഫെസ്റ്റിവൽസും ഒക്കെ പഠിക്കണം കേട്ടോ. ആ പോർഷൻ രണ്ട് പഠിക്കാം. എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസ് ഉണ്ട് നെക്സ്റ്റ് പേജിൽ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ. ആക്ടിവിറ്റീസ്. A. Who is your best friend in class? Talk to her or him and fill in the blanks. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് സംസാരിച്ചിട്ട് ഫില്ല് ചെയ്യാനാണ് ഉള്ളത്. അതെന്തായാലും എന്താണ് നമുക്കിപ്പോ ചെയ്യാൻ വേണ്ടി പറ്റൂലേ. Then B നോക്കാം. Read the clues and write the words. Find them in the word puzzle. ക്ലൂസ് വായിച്ചിട്ട് എന്ത് ചെയ്യാം, വേർഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് ഇതിന്റെ താഴെയുള്ള എന്ത് ചെയ്യാം, ഈ വേർഡ് പസിലിൽ ആ വേർഡ് എവിടെയാണുള്ളത് എന്നും കൂടെ നമ്മൾ ഫൗണ്ട് ചെയ്യണം. നോക്കാം. ഫസ്റ്റ് വൺ, we cook food here. ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എന്താണ്? കിച്ചൺ. കിച്ചൺ. സോ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ വേർഡ് കിച്ചൺ. കിച്ചൺ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലേ. Then second one, this covers the top of a house. What covers the top of a house? Afreen. ഏതാണ് Afreen ആൻസർ? Roof. Roof. And where is roof? Roof എവിടെയാണുള്ളതെന്ന് ഫൗണ്ട് ചെയ്തേ. റൂഫ് എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിച്ചോ? ഓക്കെ, എല്ലാവരും നോക്കാം അല്ലെ. ഇവിടെ ഈ സെക്കൻഡ് റോയില് ഇവിടെ ഉണ്ട് ROOF, റൂഫ്. സെക്കൻഡ് റോയിലല്ല, സെക്കൻഡ് കോളം റോ ഉള്ളതില് സെക്കൻഡിലാണ് ഉള്ളത് എന്ത്? റൂഫ്. Then next, we wear these to school. We wear these to school. സ്കൂളിൽ പോകുമ്പോ നമ്മൾ ഇതാണ് വേറെ ചെയ്ത. എന്താണ് 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 വിദ്യാഭ്യാസ ആൻസർ? യൂണിഫോം. യെസ്, യൂണിഫോം. യൂണിഫോം എവിടെയാണുള്ളത്? കണ്ടുപിടിച്ചോ യൂണിഫോം എവിടെയാണെന്ന്? യെസ്. താഴെ നിന്ന് സെക്കൻഡ് വൺ ആണ് അല്ലേ. താഴെ നിന്ന് സെക്കൻഡിലാണ് ഉള്ളത് യൂണിഫോം. ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് യൂണിഫോം. This sweet is prepared eat. Swavia. 7. കുറേ ഉണ്ടോ? Fourth one, the sweet dish is prepared on Eid. ഏതാണ് ഈദിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്വീറ്റ് ഡിഷ്? വാട്ട് ഇസ് ദാറ്റ് ഭവിക? എന്താണ് അതിന്റെ ആൻസർ? യെസ്, ദിവൈൻ. എവിടെയാണുള്ളത് അത്? എസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എവിടെ? ലാസ്റ്റ് ആണ് അല്ലേ. ഏറ്റവും ലാസ്റ്റ് ഇതാ ഇങ്ങനെ താഴോട്ട് ഉണ്ട് ദിവൈൻ. The next, on this day people light diyas.
On this day, people light diyas. ഏത് ദിവസമാണ് ദിയാസ് ലൈറ്റ് ചെയ്യുക ആൾക്കാര്? നോക്കട്ടെ. ലക്ഷ്മി ഏതാണ് മോളെ ആൻസർ? Diwali. ദിവാലി. Then എവിടെയാണ് ദിവാലി ഉള്ളത്? ദിവാലി എവിടെയാണെന്ന് ഫൗണ്ട് ചെയ്യാം. നോക്കട്ടെ മിസ്. കണ്ടോ നിങ്ങള്? ദിവാലി കണ്ടോ? യെസ്. ഓക്കെ. ദെൻ അതുകൂടെ എന്ത് ചെയ്യാ? സർക്കിൾ ചെയ്യാം. ഓക്കെ. ദിവാലി ദിവാലി ഏകദേശം ലാസ്റ്റ് 1 2 3 4 ഫോർത്ത് വൺ ആണുള്ളത്. ദിവാലി. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോ ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാല് റിവിഷൻ വർക്ക്ഷീറ്റ് ഉണ്ടല്ലോ ഫസ്റ്റ് സെമ്മില്. നെക്സ്റ്റ് പേജിൽ തന്നെയാണ് 211. തേർഡ് വൺ ഒന്നുകൂടെ പറയാമോന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? വി വെയർ ദീസ് ടു സ്കൂൾ. ഏതാണ്? യൂണിഫോം ആണല്ലേ. ലാസ്റ്റ് വൺ തേർഡ് വൺ യൂണിഫോം ആണ്. യൂണിഫോം. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എന്ത് ചെയ്യാം? റിവിഷൻ വർക്ക്ഷീറ്റ് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടി. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് വെച്ചാല് A, B, C, D, E. F ചെയ്യണ്ട. F ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അത് ചെയ്യണ്ട. ബാക്കി ടെക്സ്റ്റിൽ ഫില്ല് ചെയ്യാനുള്ള സ്ഥലത്തുള്ളത് മുഴുവൻ ചെയ്തിട്ട് വേണം വരാൻ. A, B, C, D, E, F. ഇത്രയും എഫ് ചെയ്യണ്ട. A, B, C, D, E. ഇത്രയും ചെയ്യാതിന് ടെക്സ്റ്റ് തന്നെ സ്പേസ് ഉള്ളത്. ഓഡ് വൺ ഫൗണ്ട് ചെയ്യാനും സർക്കിൾ ചെയ്യാനും ഒക്കെയാണ് ഉള്ളത്. അത് നിങ്ങൾക്ക് ചെയ്യാലോ ഈസി ആയിട്ട്. ഓക്കെ. എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യണ്ട. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മള് സെക്കൻഡ് സെം ആണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സെക്കൻഡ് സെം ആണ്. ഫസ്റ്റ് സെമ്മില് 2 പോർഷൻ ബാക്കി ഉണ്ടായിരുന്നത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ ഉണ്ട്. അതവിടെ നിന്നോട്ടെ. ദെൻ നമുക്ക് സെക്കൻഡ് സെം നെക്സ്റ്റ് ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മനസ്സിലായോ? ഓക്കെ. ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പുറകിലായി പോകും. നമുക്ക് മാത്സ് ഒരുപാട് തീരാനുണ്ട്. സോ പെട്ടെന്ന് തന്നെ കവർ ചെയ്യാം. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് തന്നെയാണ്. ഇന്ന് EVS എടുത്തിട്ടുള്ളത് ഇത് തന്നെയാണ്. മാത്സ് ഇന്ന് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഓൺലൈൻ എടുത്തല്ലോ. നമ്മുടെ നമ്പേഴ്സ് അപ് ടു 100 അതാണ് ഇന്ന് ഓഫ്ലൈൻ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഒന്നും വേണ്ട. ഇവിടെ എടുത്തതാണോ അല്ല അധികമാണോ എടുക്കുന്നത് കുറവാണോ എന്നൊന്നും വിചാരിക്കണ്ട. ഇവിടെ എടുത്ത സെയിം തന്നെയാണ് ഓൺലൈൻ ക്ലാസ്സിലും ഏകദേശം ഉള്ളത്. രണ്ടും ഇപ്പൊ കറക്റ്റ് ആണ്. കഴിഞ്ഞ ദിവസം ഓൺലൈൻ എടുത്ത മാത്സ് ആണ് ഇവിടെ ഓഫ്ലൈൻ എടുത്തത്. ഇന്ന് ഓഫ്ലൈൻ എടുത്തത് ഇപ്പൊ ഇവിടെ ഓൺലൈനിലും എടുത്തിട്ടുണ്ട് EVS. ഓക്കെ. മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം EVS. ഓക്കെ.